to meet this. Figure out myself. I pay everyone and then I study. We never had a Rolls Royce in the Mar Masjid, mashallah, brother. That's very good, yeah. അല്ലേ 550 കിട്ടും. 550 മുന്നോട്ട് പോയിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു പട്ടി, ആരെയും തെരവിളിക്കുന്നില്ല, ആക്ച്വൽ പട്ടി വണ്ടി ഓടിച്ചു വരുന്നു. ഇത് നമുക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്താണ്. ഡോച്ചസ്റ്റർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എക്സിറ്റർ സൈഡിലേക്കാണ്. നമുക്ക് ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് ഉണ്ട്. നമ്മൾ 1% ക്ലബ്ബുമായിട്ട് ഒരു വെൽ നോൺ ആയിട്ടുള്ളൊരു ഫേം, ഒരു ലീഗൽ അഡ്വൈസും അക്കൗണ്ടിങ്ങും എല്ലാം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫേം നമ്മളുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് നമുക്ക് ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് ഉണ്ട്, അതേ കണക്ക് ഒരു സൂം മീറ്റിംഗ് ഉണ്ട് രാത്രി. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ഇന്നത്തെ പരിപാടി. അങ്ങോട്ടേക്ക് പോവാം. മീറ്റിങ്സ് കഴിഞ്ഞ് നമുക്കൊരു Airbnb ബുക്ക് ചെയ്ത് അവിടെ നിൽക്കണം. നല്ലതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും, കുറച്ച് കണ്ടൻറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ബാക്ക് ടു ലണ്ടൻ. ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടേ, ഒരു ട്രക്കിനകത്തെ ഒരു വീട് കയറ്റിക്കൊണ്ടുപോകും. വീട് അല്ലല്ല, റീല് കണ്ടത് അതിനകത്ത് പറഞ്ഞ് ന്യൂസിലൻഡാണെന്നാ. നമ്മൾ UK വീടിൻ്റെ ബാക്കിൽ വെക്കുന്ന അനക്സ് ഇല്ലേ, അനക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാനി അനക്സ് എന്നാണ് വിളിക്കുന്നത്. അത് ആ സാധനം ഒരു ടൈനി 1 ബെഡ് അല്ലെങ്കിൽ ചിലയിടത്ത് 2 ബെഡ് കാണും, അല്ലെങ്കിൽ സ്റ്റുഡിയോ. അത് ഒരു ട്രക്കിൻ്റെ ബാക്കിൽ ഫുൾ സെറ്റപ്പായിട്ട് വെച്ചോണ്ട് പോകുന്നു, കൊണ്ട് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി റെഡി ടു മൂവ് ഇൻ ആയിട്ട്. അത് അല്ലല്ല, അങ്ങനെ ചെയ്യലുണ്ട്. കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന മെത്തേഡുണ്ട്, ഇവിടെ അതുണ്ട്. രണ്ടും ചെയ്യാൻ പറ്റും. നമുക്ക് ബ്രിക്ക് വെച്ച് കെട്ടുന്ന പരിപാടിയുണ്ട്, അതേ കണക്ക് വന്ന് ഫിറ്റ് ചെയ്ത് ബ്ലോക്സ് വെച്ച് ഫിറ്റ് ചെയ്ത് തരുന്ന പരിപാടിയുണ്ട്. രണ്ടും മറ്റേ ബ്ലോക്സ് വെച്ച് ഫിറ്റ് ചെയ്യുന്നത് സം സിനാരിയോസ് ചീപ്പർ, സം സിനാരിയോസ് മോർ എക്സ്പെൻസീവ്. ഓഫീസസ് ആണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എളുപ്പ പണി കഴിയണമെങ്കിൽ ഒബ്വിയസ്ലി ഈ ബ്ലോക്സ് വെച്ച് ഫിറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈവൻ ബ്രിക്ക് വെച്ചിട്ടാണെങ്കിലും നമുക്കൊരു 1.5-2 മാസം കൊണ്ട് പണിക്കാരെ നിർത്തിയാൽ നമുക്കൊരു സ്റ്റുഡിയോ 1 ബെഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കെട്ടിക്കഴിയാം. 1.5 മാസം 2 മാസം മതി. അതിന് ഇവിടുത്തെ പ്രോപ്പർ പണിക്കാരുണ്ട്, നമ്മളെ നാട്ടിലത്തെ തമിഴന്മാരുണ്ട്. പൈസ നല്ല ഡിഫറൻസ് ആണ്. തമിഴന്മാർ കെട്ടിയാൽ വളരെ ചീപ്പാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കുറയ്ക്കാൻ നോക്കി ആ രീതിയിലൊരു വീട് കെട്ടുകയാണെങ്കിൽ ഇവിടുത്തെ റൂളിംഗ് അനുസരിച്ച് വീടിൻ്റെ ബാക്കിൽ ഇപ്പം ഇഫ് യുവർ ഹൗസ് ഇസ് മിഡ് ടെറസ്ഡ്, എൻ ടെറസ്ഡ്, സെമി ഡിറ്റാച്ച്ഡ്, ഡിറ്റാച്ച്ഡ്, ബേസ്ഡ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ഹൗസ് യു ഹാവ്, അതിനനുസരിച്ചൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗാർഡൻ്റെ ഇത്ര സ്പേസേ എടുക്കാമുള്ളൂ, വീടിന് മേലേക്ക് 2 മീറ്റർ ഉയരം കാണാമുള്ളൂ, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇതൊന്നും അവർക്കറിയത്തില്ല. പറയുന്നത് പോലെ അവർ വീട് കെട്ടിയങ്ങ് തരും. അവസാനം കൗൺസിൽ വന്ന് പൊക്കും, അപ്പം സീനാവും. അപ്പം അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഇവിടുത്തെ തന്നെ റൂളിങ്ങും കാര്യങ്ങളും അറിയാവുന്ന പണിക്കാരല്ല അത് ചെയ്യുന്നത്, പണിക്കാരുടെ ജോലിയല്ല. അപ്പം പ്രോപ്പറായിട്ടുള്ള ടീമിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവരത് പക്കായിട്ട് ചെയ്തു തരും. അല്ല, ഞാൻ പറഞ്ഞില്ലേ അഗൈൻ, എങ്ങനത്തെ വീടാണ് നമ്മളെ അടുത്തുള്ളത്, അതിൻ്റെ ബാക്കിൽ എത്ര വലുപ്പത്തിലാണ് നമ്മൾ ആ വീട് കെട്ടുന്നത്, അത് ബേസ് ചെയ്താണ് പ്ലാനിങ്. ഇപ്പം ഞാൻ നമ്മളെ ഒരു വീട്ടിൻ്റെ ബാക്കിൽ ചെയ്യാൻ വേണ്ടി ഞാൻ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്ക് അവർ നോക്കിയിട്ട് പ്ലാനിങ് പെർമിഷൻ ആവശ്യമില്ലാത്ത രീതിയിലത്തെ വലുപ്പത്തിലെയാണ് അവർ നോക്കിയിട്ട് പറഞ്ഞു തന്നത്. പ്ലാനിങ് വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് എടുക്കാം, പക്ഷേ പ്ലാനിങ് ഇല്ലാത്തയാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ചെറുതായിരിക്കും. ഈ പറഞ്ഞ 2 മീറ്റർ ഉയരമൊക്കെ ഇല്ലേ, ചില ലൊക്കേഷൻസിൽ അതിന് മേലെ വരണമെങ്കിൽ നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. അതെ, അത് പെർമിഷൻ എടുക്കണം. അപ്ലൈ ചെയ്ത് പ്ലാനിങ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ. പക്ഷെ പണ്ടത്തെ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീടിൻ്റെയും ബാക്കിൽ ലിറ്ററലി ഗാർഡൻ മൊത്തം ഞെരുങ്ങിയിരിക്കുന്ന രീതിയിൽ അവർ ബാക്കിൽ ചെറിയ വീട് കെട്ടി വെച്ചിട്ടുണ്ട്. പണ്ടെല്ലാം ആരും ഒന്നും ചോദിക്കാറൊന്നുമില്ല, അതും കെട്ടാറാണ്, ഒന്നും നോക്കത്തില്ല. ഇപ്പോൾ പിന്നെ ആ വീടുകൾ അങ്ങനെ കെട്ടിയത് വന്ന് പൊളിക്കുന്ന ഏർപ്പാടൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഏഷ്യൻ ഏരിയാസിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ലിറ്ററലി എല്ലാ വീടിൻ്റെയും ബാക്കിൽ ഇതേ കണക്ക് ചെറിയൊരു അനക്സ് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്താൽ തന്നെ ആ വീടിൻ്റെ മൊഗേജും കവറാവും, ബിൽസും കവറാവും, പ്ലസ് കുറേ കാശ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അത്രയ്ക്കും ലാഭമാണ് നമ്മൾ ജസ്റ്റ് ആ ഒരു സാധനം കെട്ടാൻ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ജോലി ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് ജോലി ചെയ്യണം ആ വീടിൻ്റെ അടവ് അടയ്ക്കാനായിട്ട് നമ്മൾ താമസിക്കുന്നുണ്ട്. എന്ത് ഡിഫറൻസാണ് അല്ലേ? അത് ആദ്യമേ മനസ്സിലാക്കുന്ന ആൾക്കാർ പൈസ സേവ് അപ്പ് ചെയ്ത്
40-50 ലക്ഷം രൂപ എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മോർഗേജ് അല്ലല്ലോ, അത് നമ്മൾ തന്നെ പൈസ ഒപ്പിച്ച് ചെയ്യുന്നതാണല്ലോ. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിറ്ററലി ഇറ്റ്സ് എ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദെൻ ഡൺ, ലൈഫ് ലോങ് യു ആർ ഫ്രീ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ജോലിയേ ചെയ്യണ്ട, നമ്മളാ വീടിൻ്റെ പേയ്മെൻറ്റ്സ്. ഇപ്പോൾ എല്ലാവരും പേടിയെന്ന് പറഞ്ഞാൽ അയ്യോ ഈ മാസത്തെ മോർഗേജ് എങ്ങനെ കവർ ചെയ്യും, അതെങ്ങനെ കവർ ചെയ്യും, ഇതെങ്ങനെ കവർ ചെയ്യും. ചിലപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ആ വണ്ടിയുടെ മന്ത്ലി പേയ്മെൻറ്റ് ഉൾപ്പെടെ ആ ബാക്കിലത്തുള്ള വീട്ടിൽ നിന്ന് എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആരും തിങ്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഞാനൊരു എക്സ്ട്രാ വീക്കെൻഡും കൂടെ എങ്ങനെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റും കൂടെ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ വേറെ ഏതൊരു എക്സ്ട്രാ വർക്ക് എന്താ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ആലോചിക്കുന്നത്. എനിക്കറിയാം ഒബ്വിയസ്ലി ബാക്കിൽ 50 ലക്ഷം രൂപ മുടക്കി അങ്ങനെ കെട്ടുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. പക്ഷേ there are ways to make 50,000 pounds. there are other things. That's when you, അതിനാണ് നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ആ പൈസ വെച്ച് വീടിൻ്റെ അടവ് അടച്ചടച്ച് പോവുകയല്ല വേണ്ടത്. ആ പൈസ സേവ് ചെയ്തിട്ട് വേണം ഇതേ കണക്ക് എന്തെങ്കിലും കെട്ടി ആ പൈസ വെച്ച് നമ്മളെ മന്ത്ലി ഫിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് കവർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് നേരത്തെ ചാൻസലർ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ, നമുക്കെന്തെങ്കിലും പറ്റിയാൽ നമ്മളെ വീട്ടുകാരെന്ത് ചെയ്യും. അത് നമ്മളെപ്പോഴും അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള പ്രിപ്പറേഷൻ ഒബ്വിയസ്ലി നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത് 6 മാസം കൊണ്ട് അത് സോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം തന്നെ നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് പൈസ കിട്ടുന്ന സാധനം ഒന്നും സെറ്റ് ചെയ്ത് വെക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല, ജെനുവൻലി സ്പീക്കിംഗ്. ഇനിഷ്യലി നമ്മൾ തന്നെ പണിയെടുത്ത് കിട്ടുന്നതാണ്. ഈ പണി എന്ന് പറയുന്നത് അവർലി ബേസിസിൽ പൈസ കിട്ടുന്നതല്ല, ഇൻസ്റ്റെഡ് സർവീസ് ബേസ്ഡ്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ, ഒരു പ്ലംബർ വന്നൊരു പണി ചെയ്ത് തരുന്നു, ഐ വിൽ ഡു ദിസ് ഫോർ യു ഫോർ 100 pounds. അല്ലാതെ ഐ ചാർജ് 50 pound per hour എന്ന് പറയുന്നതിന് പകരം ഈ ജോബ് ഞാൻ 100 pound ചെയ്ത് തരാം എന്ന് പറഞ്ഞാലാണ് സ്യൂട്ടബിൾ. ആ രീതിയിൽ സർവീസ് ബേസ്ഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബേസ്ഡ്. അത് ഫിസിക്കലായിരിക്കണം എന്നില്ല, ഡിജിറ്റലായാലും മതി. ഫിസിക്കലാണെങ്കിൽ പിന്നെയും സാധനം ഉണ്ടാക്കണ്ടേ. പെർഫ്യൂം വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, പെർഫ്യൂം ഉണ്ടാക്കണം, മേക്ക് ചെയ്യണം, ഡിസൈൻ ചെയ്യണം, അയച്ചു കൊടുക്കണം. അടുത്ത കസ്റ്റമറിനാണെങ്കിലോ അടുത്ത പെർഫ്യൂം വേണം. ഇഫ് യു ആർ സെല്ലിങ് സംതിങ് ഡിജിറ്റലി ഇറ്റ്സ് നോട്ട് ദ സെയിം തിങ്. വൺസ് ഇറ്റ്സ് മെയ്ഡ് ഇസ് ദെയർ, അത് റീമേക്ക് ചെയ്യണ്ടല്ലോ, ആ സാധനം അവിടെ കിടപ്പുണ്ട്. സോ എന്താണ് ഡിജിറ്റലി സെല് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അഗൈൻ വി ഹാവ് ടു ഹാവ് എ ചാറ്റ് based on what you do, based on what you know. If you don't know something, you can still learn and still, ഒരു 2-3 മാസം മതി. ഈസി ആയിട്ട് പഠിച്ചിട്ട് അത് ബേസ് ചെയ്ത് യു ക്യാൻ മേക്ക് സംതിങ്, ഡിജിറ്റൽ സർവീസോ പ്രോഡക്റ്റോ എന്താണെന്ന് വെച്ചാൽ മേക്ക് ചെയ്യാം. യൂസ് ദറ്റ് മണി ടു സേവ് അപ്പ്. നൗ യൂസ് ദറ്റ് മണി, ആ സേവ് ചെയ്ത കാശ് യൂസ് ചെയ്യുക. അത് വെച്ചിട്ട് ഈ പറയുന്ന അസറ്റ് വിച്ച് ഇസ് വീട് വാങ്ങിക്കുന്നയോ ഈ മന്ത്ലി ക്യാഷ് ഫ്ലോയിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. ആ പൈസയാണ് നമ്മളെ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു വഴി. ഞാൻ ആ പാത്ത് വേ ഒന്ന് പറഞ്ഞു തന്നെയാണ്, സോ ദാറ്റ് ഇറ്റ്സ് ക്ലിയർ. there are only 3 ways to make money എന്ന് പറയത്തില്ലേ? See, the only 3 ways you can make money is sell a physical product, sell a digital product, sell a service. There are also other ways where you invest money and make money. പക്ഷേ to invest money you need money. ആ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഇത് ക്യാൻ ബി എനിത്തിങ്, ഡസൻറ്റ് മാറ്റർ ഇഫ് യു ആർ സെല്ലിങ്, ഇഫ് യു ആർ എ പ്ലംബർ യു സെൽ എ സർവീസ്, ഇഫ് യു ഒരു തുണിക്കടയുണ്ടെങ്കിൽ തുണി വിൽക്കുന്നത്, റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ സർവീസ് ബേസ്ഡ്. അപ്പം എനിത്തിങ് എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ലിറ്ററലി വിൽക്കാൻ പറ്റുന്നത്. അഗൈൻ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസയാണ് നമ്മൾ പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കിട്ടുന്നത്. പൈസ ഇട്ട് പൈസ ഉണ്ടാക്കുന്നത് ഇസ് ഓൾവേസ് ലെസ് റിട്ടേൺ. ഹൈ റിട്ടേൺസ് ആയിട്ട് ലോങ് ടേം ആയിട്ട് അങ്ങനെ കിട്ടത്തില്ല. റിട്ടേൺസ് കൂടുമ്പം റിസ്ക് കൂടും, റിട്ടേൺസ് കുറയുമ്പം റിസ്ക് കുറയും. ഗ്യാരൻറ്റീഡ് റിട്ടേൺസ് കിട്ടുമ്പം റിട്ടേൺസ് കുറവായിരിക്കും, പക്ഷേ റിസ്ക്കും കുറവായിരിക്കും. ദർ ആർ മൾട്ടിപ്പിൾ വേസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഫൈനാൻഷ്യലി ക്വാളിഫൈഡ് അഡ്വൈസർ ഒന്നുമല്ല, ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. യു ക്യാൻ ഫോളോ ഓർ നോട്ട് ഫോളോ, ടോട്ടലി അപ് ടു യു. ഐ എം ഓൺലി സേയിങ് വാട്ട് ഹാസ് വർക്ക് ഫോർ മീ. നമ്മൾ രാവിലെ ഒരു 8:30 ഇറങ്ങാൻ പ്ലാൻ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മളൊന്നും കൂടെ ലേറ്റായിട്ട് ഒരു 9 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ. കാരണം 2.5 മണിക്കൂറായിരുന്നു യാത്ര കാണിച്ചത് ഞാൻ രാത്രി നോക്കിയപ്പം. പക്ഷേ ഒബ്വിയസ്ലി രാവിലെ നോക്കാൻ നേരത്തെ ട്രാഫിക്കും കൂടെ കൺസിഡർ ചെയ്യാനുള്ളതായതുകൊണ്ട് ഞങ്ങളൊരു 8:45 പ്ലാൻ ചെയ്തു. പിന്നെ വിചാരിച്ച് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങാം, കാരണം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നടക്കത്തില്ല, ചെന്നിറങ്ങിയ ഉടനെ മീറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച് 8 മണി. എന്നിട്ട് നമ്മളൊരു 8:15 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. കാരണം എന്നിട്ട് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ വൈഫ് എഗ്ഗും ഹാഷ് ബ്രൗണും ഒക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് എന്നിട്ട് ഇറങ്ങിയോണ്ട് വലിയ ധൃതിയില്ലായിരുന്നു. പക്ഷെ വരുന്ന വഴി
കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കോഫി കുടിക്കാൻ കയറി, പെട്രോൾ അടിക്കാൻ കയറി, ഇപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാനും കയറി. അപ്പോഴത്തേക്ക് സമയം അങ്ങ് ലേറ്റായി. പക്ഷെ എന്നാലും ഇൻഷാല്ലാ നമ്മളെ സമയത്തിന് തന്നെ നമ്മളെത്തും. ഇനി ഒരു 50 മിനിറ്റ് കൂടെ കാണിക്കുന്നുള്ളൂ. ഞങ്ങൾ ഇറങ്ങിയപ്പം 2.5 മണിക്കൂർ അടുപ്പിച്ചായിരുന്നു കാണിച്ചത്. അപ്പോൾ ഇനി ബാക്കി അവിടെ ചെന്നിട്ടാവാം. നമ്മൾ ടോണ്ടൺ എത്തിയിട്ടുണ്ട്. പടോ മീറ്റിംഗ്. പാർക്കിങ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു സ്റ്റേഷൻ്റെ കാപ്പാക്കിൽ നമ്മൾ ഇട്ടത്. ഇനി നമുക്കൊന്ന് മീറ്റിങ്ങിന് കയറാം. മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്. അത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നൊരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്യണം തോന്നുന്നു. സ്ഥലം അറിയാം, എങ്ങോട്ടാണെന്ന് വലിയ ഐഡിയ ഇല്ല. മാപ്പിട്ട് അങ്ങോട്ട് വിടാം. ഞങ്ങളിത് അപ്പുറത്തിട്ട് ബാക്കിൽ പോയി. അല്ല, ഇവിടെ അല്ല, ഞങ്ങളിത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി. എന്നിട്ട് അങ്ങ് ബാക്കിൽ ഇട്ട് ഇങ്ങനെ ഇടാൻ പറ്റുമെന്ന് അറിയില്ല. ഇട്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. ഇത് ബിൽഡിംഗ് മുഴുവൻ പാർക്കിംഗ് ബിൽഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പുറത്തെ ആ സൈഡിൽ കൂടെ വരികയായിരുന്നെങ്കിൽ മറ്റേ സൈഡ് ഇതിന് വേറെ സൈഡ് ഉണ്ട്, അവിടെ വരികയായിരുന്നെങ്കിൽ ഇതിന് ബിൽഡിംഗ് പാർക്കിംഗ് നമുക്ക് ഇടായിരുന്നു. മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ പാർക്കിംഗ് ആണ് ഇത് ഉദ്ദേശിച്ചോണ്ടിരിക്കുന്നത്. നമ്മളതിന്റെ ബാക്കിലാ, ഈ ട്രാക്കിന്റെ ഒക്കെ ബാക്കിലാ അപ്പുറത്തൊരു കാപ്പാക്കുണ്ട്. വലിയ കാർ പാർക്ക്. അതെ അതെ. ഓ ശരി ശരി. ഞാൻ അവിടെയല്ലേ ഇതാ ഉദ്ദേശിച്ചോണ്ടിരുന്നത്. ഇവിടെ അതപ്പോ ബിൽഡിംഗ് ആന്ന് പറഞ്ഞത്. ബിൽഡിംഗ് ആണ്, മനസ്സിലായി. You should start tomorrow. It's not being, I don't think it's being used very much. You can see all the things on the front. Yeah? That's a good room, yeah? That's good. Hang on. How? Much better now. Where are we going, bro? We are going to eat, I think it's an Italian, yes, it's an Italian restaurant. Yeah, thank you. فأزيد أسراب الغيوم جمالا وأولو Damage waiver, X amount, which is non-refundable, a smaller one, smaller than the deposit. We can sign up with outside company, an insurance company, for £50 a month. Which they will cover if there's anything. So still that money is not split. So we only spend how much they pay minus £50. So we keep the rest. Which is additional revenue. Just Which is great. the upsells contributes towards 30 to 40% of the total revenue, I think. So that adds up as a profit. The average is 30 to 40%. That means you have done a nice homework. I've paid around 90,000, 100,000 pounds to learn all this. And I've been doing this for 5-6 years now. Yeah, of course. I don't figure out myself. I pay everyone and then study. Yeah, of course. You need to learn. That's a good thing. And only it's worth this. I paid 60 lakh to become a doctor. I'm based in India. I don't work here as a doctor. So I paid that. That's why I'm in this position now. The same way, you can't just Google and YouTube and learn everything. You have to pay someone to, just like getting a degree, to get better at business. You need to learn it. Doctor, which is sorry, the MBBS.
Thank you. അത് കഴിച്ചിട്ട് MD ഒന്നും MD We have a hospital back in India. Yeah, കൊല്ലത്ത്. വാപ്പ ഡോക്ടറാണ്. We full doctor family. വാപ്പയുടെ എല്ലാ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും. അവരുടെ എല്ലാ മക്കളും ഡോക്ടേഴ്സ്. എവിടെ പഠിച്ചു? ഞാൻ കോഴിക്കോട് കാലിക്കറ്റ്. What I'm saying is also it's nice to create this network when you meet people from different areas, or you learn from them. Do you understand? Yeah, that's good as well. That's when you learn from. السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير സന്തോഷം. ഓക്കെ മോനെ. കേട്ടോ? താങ്ക് യു. റോച്ചസ്റ്റർ അതേ കണക്ക് ഒരു 1-2 ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ട്. രാത്രി ഒരു ക്ലാസ് എടുക്കാൻ. അതാണ് ഇന്നത്തെ പർപ്പസ്. നമ്മളിതൊരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തില്ല. കിടന്ന് ഉറങ്ങാനോ സ്ഥലവും ബുക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തേക്ക്. ഇത് വൺ വേ ആണോ? എനിക്കൊരു വണ്ടി എന്നാ പെട്ട് വണ്ടി വന്ന് ഭാഗ്യത്തിന് സ്ഥലം ഉണ്ടായിരുന്നു. അതൊരു വണ്ടി തന്നെയാണോ നമ്മൾ കണ്ടത്? എന്തോ കിടിലം സ്ഥലമൊക്കെയാണ്, പക്ഷേ നമ്മളെ വണ്ടിയെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ലോറിയുടെ വലിപ്പമായി പോയി. ഇൻ ദ ബോക്സ് തിരിച്ചു വെക്കണേ. ഓക്കെ ഓക്കെ വലൈക്കും ബൈ. കാണാൻ പറ്റുന്നുണ്ട്. വണ്ടി വരുന്നു. ഹലോ മിസ്റ്റർ പെരേറ, ഈ ഗ്യാപ്പിലോട്ടൊന്ന് കയറ്റി തരുമോ? താങ്ക് യു ബ്രോ. എൻ്റെ ഒപ്പം ഒന്ന് എങ്ങനെ കണ്ണാ ഓട്ടിക്കും നിങ്ങൾ? അല്ല, വഴി നേരെയാണല്ലോ, നേരെ ഓടിച്ച് ഒന്ന് കാണാനൊന്നും വയ്യ, എന്നാലും അങ്ങ് പോന്ന്. ക്യാമറ പോലെ ഒന്നും കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ചെറുതായി വരുന്നു. ക്യാമറ നോക്കി ഓടിക്കും. ക്യാമറ നോക്കി ഓടിക്കാം, ചിലപ്പോൾ അതായിരിക്കും ക്ലാരിറ്റി. അല്ലാ, ഇത് പട്ടി ഓടിച്ചിരുന്ന. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു പട്ടി, ആരെയും തെരവിളിക്കുന്നില്ല, ആക്ച്വൽ പട്ടി വണ്ടി ഓടിച്ച് വരുന്നു. അത് കാരണം ഞങ്ങൾ റിവേഴ്സ് എടുത്ത് പോവുകയാണ്. റിവേഴ്സ് പിന്നെ ക്യാമറ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നു, മറ്റേത് മുന്നോട്ടുള്ളതൊന്നും കാണാൻ വയ്യ. പട്ടി എത്തി നോക്കുന്നുണ്ടാ താങ്കൾ റിവേഴ്സ് എടുക്കുന്നുണ്ടോ എന്ന്. ബാക്കിൽ നിന്നുള്ള ഒരാൾ പറന്നങ്ങ് പോയി റിവേഴ്സ് എടുത്ത്. അയാൾ പട്ടീനെ കണ്ടിട്ട് പേടിച്ച്. ഇത് കൊള്ളാം കേട്ടോ, റിവേഴ്സ് ഗിയറിൽ അങ്ങോട്ട് പോയാലോ ചിലപ്പോൾ ഒന്നും കൂടെ പെട്ടെന്ന് എത്തും, കാരണം കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുന്നു. ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്തൊന്നും കാണാൻ വയ്യ. പറന്ന് പോന്ന് നോക്ക്. ഇനി ആരെങ്കിലും ഉണ്ടോ ആവോ? ഇനി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് റിവേഴ്സ് എടുത്ത് വരാം. ആരാ വണ്ടി ഓടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സം പീപ്പിൾ ഐഡൻറ്റിഫൈ ദംസെൽഫ് ആസ് ഡിഫറെൻറ്റ് ആനിമൽസ്. സോ എനിവൺ ക്യാൻ ഡ്രൈവ് എ കാർ ഹിയർ. That's gonna go well. ഓ താങ്ക് യു, കറക്റ്റ് സമയത്ത് വന്നതിന്. താങ്കളുടെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പേടി ഒന്നേ ഉള്ളൂ, പെട്രോൾ തീർന്നാൽ അനൂപിൻ്റെ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ അടിച്ചു മാറ്റുന്നതായിരിക്കും. പുള്ളിക്കാരൻ്റെ വണ്ടിയിലെ വെന്റിലേറ്റർ എന്തൊക്കെ പോയി കിടക്കുന്നത്. പെട്രോൾ തന്നെ ആയിരുന്നാൽ മതിയായിരുന്നു. എന്നാലും കാണാനെങ്കിലും പറ്റുമോ? കാണാനും പറ്റുന്നില്ല, വഴിയുമില്ല. പുള്ളിയുടെ വീട് എത്തി എന്നാണ് കാണിക്കുന്നത്. ഇവിടെ കുറച്ച് വീടൊക്കെ കാണാം. സിസ്റ്റർ അനു, ഹായ് ബ്രോ. ഒരു വാർണിംഗ് എങ്കിലും തരായിരുന്നു, എന്തായിരുന്നു അവസ്ഥയെന്ന്. എല്ലാം സ്പെയർ റൂം ത്രൂ ആണ്. ഇപ്പം ഇവിടെ ഒന്നും ഒഴിവില്ല എന്നാ പറയുന്നത്. ഈ ഭാഗത്തൊന്നുമില്ല എൻ്റെ അറിവിൽ.
ഒന്നുമില്ല ഇതിന്. കാരണം ഈ ഉള്ള പരിസരത്ത് ഈ ഒരു വീടും അവിടുന്ന് ഇങ്ങോട്ട് ഇത്രേ ഉള്ളൂ ഈ പരിസരത്ത് മൊത്തം. പിന്നെ ഇവിടുന്ന് കുറച്ച് വയ്ക്കുന്ന സ്കൂള് അവിടെ അങ്ങനെ വീട്. അപ്പം സത്യം പറഞ്ഞാൽ ഒന്നും ഒഴിഞ്ഞ് കിടക്കുന്നില്ല. അത് നല്ല സൈനാ. ഒന്നും ഒഴിഞ്ഞ് കിടക്കുന്നില്ലല്ലോ. ഒന്നും ഒഴിഞ്ഞ് കിടക്കുന്നില്ല നമ്മളെടുത്താൽ അത് അപ്പോഴേ ഫില്ലാവുന്നില്ല അതിനർത്ഥം. അല്ല, അപ്പം നമ്മൾ അതിനർത്ഥം മീൻസ് ആള് നമുക്ക് കിട്ടണല്ലോ. മീൻസ് മറ്റേ മോ പറഞ്ഞത് അല്ല, ഒന്നും ഒഴിഞ്ഞ് കിടപ്പില്ലല്ലോ. ഒഴിഞ്ഞ് കിടപ്പില്ലെങ്കിൽ എന്താ അർത്ഥം? അപ്പോൾ ഫില്ലാവുന്നല്ലേ. പക്ഷെ പുള്ളിക്കാരി ടെനൻ്റ് വരാൻ വേണ്ടി 2 ആഴ്ച അങ്ങോട്ട് എടുത്തു പുള്ളിക്കാരി. 2 ആഴ്ചയാ? ഓരോ സ്ഥലത്ത് 2 മാസം 3 മാസം കാത്തിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് ഷോർട്ട് ടേമാണ്. അതൊരു പ്രശ്നമല്ല. ഒരു ടെൻറ്റ് കയറി കഴിഞ്ഞാൽ ആ ടെനൻ്റ് ഇറങ്ങുന്നതിന് മുന്നേ 2 മാസം മുന്നേ നമ്മൾ നോട്ടീസ് തരാൻ പറയും. ആ 2 മാസം മുന്നേ നമ്മൾ നോക്കി തുടങ്ങും. അത് സ്പെയർ റൂമിലിട്ടിട്ട് ഒരു 15 കൊണ്ട് കൊടുത്താൽ അത് എല്ലാ ടെനൻസിനും നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒരു റൂമിന് എത്ര കിട്ടുന്ന? 525. തോന്നുന്നു പുള്ളിക്കാരി മറ്റേ റൂം കൊടുത്തത് 550 എന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ സ്പെയർ റൂമിൽ നോക്കി പുള്ളിക്കാരി 550 മറ്റേ റൂം ഇട്ടുണ്ടായിരുന്നു. ഡബിൾ ബെഡ്റൂമിനല്ലേ? ഡബിൾ ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഡബിൾ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ഉണ്ടാവുള്ളൂ നടക്കാനും. പിന്നെ ഒരു ചെറിയൊരു ടേബിൾ ഇടാൻ അത്ര സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വീട് കണ്ടോ? 1200. പോസ്റ്റ് കോഡ് എന്താ? ഇവിടുത്തെ സെയിം അല്ലേ? TA21 അല്ലേ? അല്ലേ? അപ്പോൾ അത് ഇവിടെ തന്നെ ഉള്ളതാണല്ലോ അല്ലേ? TA21 ആണല്ലോ. TA21 1275 കിടക്കുന്ന 3 ബെഡ് 1 ബാത്താ. ലുക്സ് ഈവൻ ബെറ്റർ ദാൻ ദസ്. അപ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ റെൻറ്റ് കിട്ടണം ഓരോ റൂമായിട്ട് കൊടുത്താൽ. പക്ഷേ നമ്മളത് 1 ബാത്ത് ആയതുകൊണ്ട് നമുക്ക് മീൻസ് ആ രീതി ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോ പോസ്റ്റ് കോഡിൽ വ്യത്യാസമുണ്ട്. ഓരോ കൗൺസിൽ അനുസരിച്ച് വ്യത്യാസമുണ്ട്. 3 ബെഡിന് 1 ബാത്ത് യൂഷ്വലി ധാരാളമാണ്. അതെ, അത് മിനിമം കണ്ടീഷൻ 1 ബാത്താണ് 3 ബെഡിന്. അപ്പോൾ ഇത് 3 ബെഡ് 1 ബാത്താണ്. ഇത് ഡിറ്റാച്ച്ഡ് ഹൗസാണ്. പാർക്കിംഗ് ഉണ്ട്, ഗാർഡനും ഉണ്ട്. നല്ല കണ്ടീഷനിലാണ് അവർ വെച്ചേക്കുന്നത്. സോ ഇതെത്രയാണ് കിട്ടുന്ന? 550 ആണോ? 525. 550. എനിക്ക് 525. ഞാൻ ലോങ് ടൈം ആയതുകൊണ്ട് എനിക്ക് 525. അപ്പം ഈ വീട് ഈ ലുക്കാണെങ്കിൽ ഈ റൂമിൻ്റെയൊക്കെ വലുപ്പം കണ്ടോ? നല്ല കണ്ടീഷനല്ലേ? 550 കിട്ടുമോ? 550 എന്തെങ്കിലും കിട്ടുമല്ലോ. ഇതെത്രയുണ്ട്? സിമിലർ സൈസാണ് എല്ലാ റൂമും. 550 അല്ലേ കിട്ടുന്നത്? 550 വെച്ച് 3 എത്രയാ? 1600. ലാൻഡ് ലോഡിന് എത്ര കൊടുക്കണം? 1275. 375 ഒരെണ്ണത്തിൽ നിന്ന്. അപ്പം നമ്മളെ ജോലി എന്താ? കൂടുതൽ എടുക്കുക. മനസ്സിലായില്ലേ? സോ ക്വസ്റ്റ്യൻ ഇസ് ഹൗ മെനി പ്രോപ്പർട്ടീസ് വുഡ് ഇറ്റ് ടേക്ക് ഫോർ യു ടു മേക്ക് ദ സെയിം സാലറിയിൽ നിന്ന് കിട്ടുന്ന സെയിം എമൗണ്ട് ആക്കി കഴിഞ്ഞാൽ നൗ വി ആർ ഫ്രീ. നമ്മൾ അവിടെ പോകുന്ന എടുക്കുന്ന ഇത് എനിക്കറിയാം 375 പൗണ്ടേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇനിഷ്യലി സ്കെയിലപ്പ് ചെയ്യുമ്പോൾ വരുന്ന പ്രോപ്പർട്ടീസൊക്കെ അങ്ങ് എടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതിനകത്ത് ഒരു റിസ്ക് ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂഷ്വലി പ്രൈം ലൊക്കേഷനിൽ പോകുമ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ എടുക്കത്തില്ല. കാരണം 3 ബെഡ്റൂമില്ലേ? ഒരു ബെഡ്റൂമിന് 550 അല്ലേ റെൻറ്റ്? 3 എണ്ണം കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 375 അല്ലേ ലാഭം? അപ്പോൾ ഒരു റൂം ഒഴിഞ്ഞാലോ നഷ്ടത്തിലാവും. കുറയുമല്ല, സീറോയും അല്ല, നഷ്ടത്തിലാവും. കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് വേണം. അപ്പോൾ എല്ലാ ടെനൻറ്റും എപ്പോഴും ഒക്യുപ്പൈഡ് ആയിരിക്കുന്നതാണ് നമ്മളെ ജോലി. അപ്പോൾ നമുക്ക് റിസ്ക് എലമെൻറ്റ് കൂടുതലാണ്. അപ്പോൾ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ പ്രോപ്പർട്ടീസ് എടുക്കാൻ ടൈറ്റാണ്, ഇനിഷ്യലി സ്കെയിലപ്പ് ചെയ്യാത്ത, യെസ് നമുക്ക് ആ റിസ്ക് എടുക്കാം. മനസ്സിലായില്ലേ? അപ്പം ഇതിപ്പോൾ എടുത്താൽ തന്നെ 375 അപ്പോൾ 550 മൈനസ് 375 നോക്കിയാൽ 320 പൗണ്ട് കയ്യിൽ നിന്ന് ഇടേണ്ടി വരും ഏതെങ്കിലും ഒരു ടെനൻറ്റ് ഇല്ലാതാവുകയാണെങ്കിൽ. അപ്പോൾ വോയിഡ് പീരീഡ് ഇല്ലാതെ നോക്കുന്നതാണ് നമ്മളെ ജോലി. അതെങ്ങനെ ഇല്ലാതെ നോക്കുന്നത്? എല്ലാ ടെനൻസിനും കോൺട്രാക്റ്റിനകത്ത് 2 months നോട്ടീസ് കൊടുക്കാൻ പറയണം. ഈ പുതിയ എന്നോട് ആരെന്ന ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ട്, പുതിയ റൂൾസ് പ്രകാരം നമുക്ക് മീൻസ് അവർക്ക് ഇത്ര സമയത്തിനുള്ള കോൺട്രാക്റ്റ് ഇറങ്ങാം. അത് 2 മാസത്തിൽ നോട്ടീസ് തന്ന് ഇറങ്ങി പോവാം. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഒരു ലാൻഡ് ലോഡിനും അതിനകത്ത് താല്പര്യമില്ല. ലാൻഡ് ലോഡ്സ് ആരും അത് ചെയ്യാൻ നിൽക്കത്തില്ല. ആ പുതിയ കോൺട്രാക്റ്റ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടെനൻസ് വരാനും പോകുന്നില്ല. യെസ്, അതാണ് പുതിയ റൂള്. പക്ഷേ അത് പ്രാക്ടിക്കലായിട്ടില്ല ലിറ്ററലി. പിന്നെ അഗൈൻ ഇപ്പം ഇതുപോലത്തെ ഒരു വീട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ഇത് നോർമൽ ലെറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യും? നമ്മൾ എയർബിഎൻബി പോകും. എയർബിഎൻബി പോയിട്ട് ആ നേരത്തെ കണ്ട പ്രോപ്പർട്ടി ഉണ്ടോ? ഈ പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ വീക്കായിട്ട് സ്വല്പം സ്ലോ ആണ്. ഇത് ഒരു ബ്രിസ്റ്റോളിൽ മൊത്തത്തിൽ ഒരു പ്രോപ്പർട്ടി മാത്രമായിരുന്നു, അതായത് ആൾക്കാർ ബുക്ക് ചെയ്തിരിക്കും, ബാക്കിയൊക്കെ ഫ്രീ ആയിട്ട് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൊക്കേഷൻ, ടൈം ഓഫ് ദ മന്ത്, ആ പ്രോപ്പർട്ടിയുടെ കണ്ടീഷൻ, ഫ്ലാറ്റാണോ വീടാണോ, അതിൻ്റെ ലൊക്കേഷൻ. ഞാൻ നോക്കിയൊരു പ്രോപ്പർട്ടി അത് ബിസിനസ് ഹോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ, മെയിൻ റോഡിൽ നിന്ന്
ഒരു മിനിറ്റ് ഉണ്ടാവുള്ളൂ വീട്ടിലോട്ട്. അത് ഫുള്ളി ബുക്ക്ഡാണ്. അടുത്ത 2 മാസത്തേക്ക് ഫുള്ളി ബുക്ക്ഡാണ്. 2-2.5 മാസത്തേക്ക് ഫുള്ളി ബുക്ക്. അല്ല, അത് ചിലപ്പം ബുക്ക്ഡ് ആയിരിക്കത്തില്ല, അത് കലണ്ടർ അടച്ചിട്ടേക്കുന്നതായിരിക്കും. ഫുള്ളി ബ്ലോക്ക് ആണെങ്കിൽ ചിലപ്പം കലണ്ടർ അടച്ചിട്ട് ഇടയ്ക്ക് വല്ല ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബുക്കിംഗ് ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്യണം. അത് അറിയണമെങ്കിൽ AirDNA കയറി നോക്കിയാൽ അറിയാം ബുക്കിംഗ് ആണോ അല്ലയോ എന്ന്. നമ്മളിപ്പോൾ നോക്കുന്നതേ ഈ വീട് കണ്ടോ, ഇതൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുക. ഇതിൻ്റെ മാപ്പ് നമ്മളെടുത്തപ്പം ഈ സാധനം കണ്ടോ, ഈ വര, ഈ റോഡ്, ആ റോഡ് തന്നെയാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ മേൽവശത്ത് ഇവിടെയല്ലേ പ്രോപ്പർട്ടി. അപ്പം അതായത് ഇവിടെ. അപ്പം നമുക്ക് അവിടെ ഒബ്വിയസ്ലി പ്രോപ്പർട്ടി ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ നിയറസ്റ്റ് കമ്പയറബിളാണ് നമ്മൾ നോക്കുന്നത് ഈ റോഡിലോട്ട്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഓപ്പൺ റെൻറ്റിൽ പോയിട്ട് ഇവിടുന്ന് ഈ റോഡിലോട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. ഒരു എക്സാമ്പിൾ പർപ്പസ് നമ്മളിപ്പോൾ നോക്കുക. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി എടുത്ത് ഇതൊരു റൂമാണ്, അത് നമുക്ക് നോക്കണ്ട. സ്വല്പം കൂടെ മാറിയിട്ട് ഇതെല്ലാം റൂമാണ്, ഒരേ വീടാണോ, ഇതെങ്ങനെ ഉണ്ട് നോക്കാം. ഇത് റൂമാണ്, എല്ലാ റൂമാണ് എടുത്തേക്കുന്നത്. ഇതൊരു 3 ബെഡ് ഹോം ഇൻ സോമർസെറ്റ്, 3 ബെഡ്. നമുക്കിതൊന്ന് നോക്കി നോക്കാം. 3 ബെഡ് 2 ബാത്റൂം. അപ്പോൾ ഇത് ഇത്തിരി റേറ്റ് കൂടുതലല്ല. നമ്മളത് 3 ബെഡ് 1 ബാത്ത് അല്ലേ, ഇത് ഭയങ്കര നല്ല കണ്ടീഷനാണ്. നമ്മൾ അത്രയും ലുക്കില്ലല്ലോ, അപ്പോൾ അത് നല്ല കമ്പയറബിൾ അല്ല. ഇതൊരു 3 ബെഡ്, ഇതൊരു ബംഗ്ലാവാണ്, 3 ബെഡ് 1 ബാത്ത്. പക്ഷേ ഒബ്വിയസ്ലി ഇങ്ങനെയല്ല നമ്മളതൊരു ഞെരുക്കമുള്ള റോഡിലാണ്. അപ്പോൾ ഇത്രയും പ്രൈസ് കിട്ടത്തില്ല. സ്റ്റിൽ ഇവരുടെ ബുക്കിംഗ് നമുക്ക് നോക്കി നോക്കി. ഇത് ഗസ്റ്റ് ഫേവറേറ്റാണ്, നിയർലി 5 സ്റ്റാറാണ്. നമുക്ക് ഇവരുടെ കലണ്ടർ ഒന്ന് എടുത്തിട്ട് ഇവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ഡേറ്റ് 23. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നെതാ ചറ 2 ആഴ്ച ബുക്കിംഗ്, പിന്നൊരു ഗ്യാപ്പ്, പിന്നെതാ ബുക്കിംഗ്, പിന്നെതാ ബുക്കിംഗ്. എന്താണർത്ഥം? നല്ല സൈനാണ്. ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ളൂ. സ്റ്റിൽ വി നീഡ് മോർ കമ്പാരബിൾസ്. നമുക്കൊരു 5 കമ്പാരബിൾ വേണം അതാണ്. ഇനി ഇത് മാത്രം നോക്കിയാൽ പോരാ. നമുക്ക് ഈ കലണ്ടർ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോയി ഡിസംബറൊക്കെ ആകുമ്പോൾ എന്താ അവസ്ഥയെന്ന് നമുക്ക് അറിയണമല്ലോ. ഡിസംബറിൽ നമുക്ക് റേറ്റ് ഫസ്റ്റ്, അതിന് മുന്നേ നമ്മളിപ്പോഴത്തെ റേറ്റ് നോക്കാം. 145 പൗണ്ടാണ് ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്നത്. നമ്മൾ നോക്കിയ വീടിൻ്റെ റെൻ്റ് എത്രയാണ്? 1275. റെൻറ്റിൻ്റെ 10% നൈറ്റ്ലി പ്രൈസ് ആണെങ്കിൽ ഗുഡ് സൈനാണ്. ജസ്റ്റ് റൂൾ ഓഫ് തമ്പാണ്. അതിൽ കുറഞ്ഞാലും ചിലപ്പം ഒക്യുപ്പൻസി കൂടി കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് യുവർ മണി ബാക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് റൂൾ ഓഫ് തമ്പാണ്. അപ്പോൾ അത് അതിൻ്റെ വേ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നത്തെ കലണ്ടർ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അവർ ഡിസംബറിൽ 145 ചാർജ് ചെയ്യുന്നത്. ഡിസംബറിൽ അവരെന്താ ചാർജ് ചെയ്യുന്ന നോക്കാം. കഷ്ടപ്പെടുന്ന മാസങ്ങളിൽ തണുപ്പ് കാലത്ത് ആരെങ്കിലും വരുന്നുണ്ടോ, അവരതേ പ്രൈസാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ചിലപ്പം ഇവർ ചാനൽ മാനേജർ യൂസ് ചെയ്യുന്നില്ല, അവർ തന്നെ ഇടുന്നതായിരിക്കും, അതായിരിക്കും അങ്ങനെ തന്നെ കിടക്കുന്നത്. യൂഷ്വലി സെയിം പ്രൈസ് വരാറില്ല. നമുക്കൊന്ന് മാറി തിരിഞ്ഞ് ആ ലൊക്കാലിറ്റിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ സിമിലറായിട്ട് സ്വല്പം ഒന്ന് മാറിയിട്ടാണ്. ഇതെല്ലാം റൂമാണ്. റൂം കുറേ കാണുന്നത്. റൂമിൻ്റെ അവസ്ഥ നോക്കി നോക്കാം. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ റൂം എടുത്തില്ലല്ലോ. 3 ബെഡ്റൂം ഷെയർഡ് ബാത്റൂം 4 ബെഡ്സ്. ഇത് നമുക്കൊരു മുറി മാത്രമാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ? ആൻറ്റി റൂം ഇൻ സോമർസെറ്റ് ഒറ്റ റൂമാണ്. 3 ബെഡ്റൂമുള്ള വീട്, 4 കട്ടിലുണ്ട്, അതിനകത്ത് ഒരു മുറി, പക്ഷേ ഷെയർഡ് ബാത്റൂമാണ്. 85 പൗണ്ട് വെച്ച് 3 ദിവസത്തേക്ക്. ഒരു ദിവസം 85 പൗണ്ട്. അവരുടെ കലണ്ടറിൻ്റെ അവസ്ഥ എന്താ? 23 കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ സ്വല്പം ബുക്കിംഗ് ചെയ്യാനുള്ളൂ, അത്രയ്ക്കൊന്നുമില്ല. കാരണം ഒബ്വിയസ്ലി കണ്ടീഷൻ ഷെയർഡ് ബാത്റൂമാണ്, അതൊരു നെഗറ്റീവാണ്. നമ്മൾ നേരത്തെ കണ്ടതില്ലേ കുറേ റൂം നമ്മൾ കണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കി. ഇവിടെ കുറേ റൂം കണ്ടില്ലായിരുന്നു നമ്മൾ? ഇവിടെ അല്ലായിരുന്നോ? അതാണ്ട ഇത് നമ്മൾ കുറേ നേരമായിട്ട് കാണും. ഒരു ഓൺ സ്വീറ്റാണ്. 1 സിംഗിൾ ബെഡ്, ഡബിൾ ബെഡ് പോലും അല്ല, സിംഗിൾ ബെഡ്. 1 സിംഗിൾ ബെഡ്. അപ്പോൾ ഇതിനകത്തൊരു കട്ടിൽ മാത്രമാണ് നമുക്ക്. എന്തായാലും നോക്കി നോക്കാം. അവർ 99 ചാർജ് ചെയ്യുന്നത്, മറ്റേടത്ത് 85 അല്ലായിരുന്നോ? അവരുടെ കലണ്ടർ നോക്കി നോക്കാം. അവർക്കും വലിയ ബുക്കിംഗ് ഇല്ല. നമുക്കിനി നമ്മൾ നോക്കി കണക്കത്തെ വീട് തന്നെ ഉണ്ടാകും നോക്കാം ഈ ഒരു ചുറ്റുവട്ടത്ത്. വേണ്ട, മേലോട്ടുണ്ട്. 2 ബെഡ്റൂം 3 ബാത്റൂം സെറ്റ്. സിമിലർ വൈബ്. 2 ബെഡ്റൂം 1 ബാത്റൂം. നമുക്ക് ഇവരുടെ അവസ്ഥ നോക്കാം. ഇവർ 119 പൗണ്ട് ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്നു. ഇവർക്ക് കുറച്ച് ബുക്കിംഗ് കാരണം കണ്ട. ഇന്ന് 23 അല്ലേ? ബാക്കി ഈ മാസം ഫുള്ള് ബുക്ക്ഡാണ്. അടുത്ത മാസം ഓൾറെഡി ഒരാഴ്ച ഫുള്ളി ബുക്ക്ഡ്, ഒരാഴ്ച ഒരു ദിവസം ബുക്ക്ഡാണ്.
അതിനടുത്ത മാസം ഗുഡ് സൈൻ. എവറിത്തിങ് ഇസ് എ ഗുഡ് സൈൻ. സോ നമ്മൾ ഫസ്റ്റ് നോക്കിയ 3 ബെഡ് ഗുഡ് സൈൻ, അടുത്ത് നോക്കിയത് ഗുഡ് സൈൻ. ഇത് നമുക്ക് സിമിലർ ആ ചുറ്റുവട്ടത്ത് നമുക്ക് നോക്കണം. അവർക്കെല്ലാം കിട്ടുന്നെങ്കിൽ നമുക്കും കിട്ടണമല്ലോ. സ്വല്പം ഒന്ന് വലത്തോട്ടൊന്ന് മാറി നോക്കാം. ഇതെന്താണ് ഒരു ഭീകരം വീടാന്ന് തോന്നുന്നു. ഇതൊരു കോട്ടയ സെറ്റപ്പ്. വെറുതെ ഒന്ന് നോക്കി നോക്കാം എത്ര ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂം 1 ബാത്റൂം. പക്ഷേ ഫുൾ ഏരിയ നമുക്കാണെന്ന് തോന്നുന്നു. നല്ല റേറ്റാണ്. ഇപ്പോൾ ഓക്യുപ്പൻസി കുറവായിരിക്കും. 500 പൗണ്ടാണ് ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്നത്. കാലിയായിരിക്കും കലണ്ടർ. എന്താ പറഞ്ഞ കണക്ക് തന്നെ കാലിയാണ്. നമുക്കൊരു മാന്യമായ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതൊരു വീടാണോ ഒരു ബെഡ്റൂമാണോ? വീടാന്ന് തോന്നല്ലേ. 1 ബെഡ് 1 ബാത്ത്. 150 പൗണ്ട് വെച്ച് ഇവർ ചാർജ് ചെയ്യുന്നു. പോരാ, എന്നാലും ഉണ്ട്. ഇതൊക്കെ ഫ്യൂച്ചറിലെത്തിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇത് എയർബിഎൻബി പോയാൽ പ്രീവിയസ് കാണാം. അവർ നേരത്തെ എത്ര ചാർജ് ചെയ്ത് എത്രമാത്രം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു 5 പ്രോപ്പർട്ടി എടുക്കുമ്പോഴാണ് നമ്മൾ കോൺഫിഡൻസ് കൂടുന്നത്. അത് എയർബിഎൻബിയിൽ എടുക്കണം. പ്ലസ് ഇപ്പോൾ പീക്ക് ടൈമാണ്. ജൂലൈ ഓഗസ്റ്റ് ആണ് പീക്ക് ടൈം. ആ സമയത്ത് റേറ്റ് നോക്കും. ഓൾ ദ വേ സ്വൈപ്പ് ചെയ്ത് പോയിട്ട് ജനുവരി ഡിസംബറിലെ റേറ്റ് നമ്മൾ നോക്കും. അപ്പം ലോവസ്റ്റും ബെസ്റ്റും നമ്മൾ നോക്കി. അത് നമ്മൾ മാനുവലി നോക്കി, എയർബിഎൻബിയിൽ നോക്കും, പ്രോപ്പർട്ടി മാർക്കറ്റ് ഇൻഡെല്ലും നോക്കും. എല്ലാം കൂടെ കമ്പയർ ചെയ്ത് എല്ലാത്തിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു വീടെടുത്താൽ എത്ര ചാർജ് ചെയ്താൽ എത്ര ബുക്കിംഗ് കിട്ടുമെന്നറിയാം. അപ്പോൾ നമുക്ക് അറിയാം ഈ പറയുന്ന 1250 പൗണ്ട് കൊടുക്കാൻ പറ്റുമോ, വല്ല മിച്ചം വരുമോ എന്ന് നമുക്കറിയാം. ഞാനതുകൊണ്ട് ഇപ്പോൾ ഇത്രയും റിസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ ബ്രിസ്റ്റോൾ വിളിച്ചത്. നമ്മൾ ബ്രിസ്റ്റോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്. അതല്ലേ, ബ്രിസ്റ്റോളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എയർബിഎൻബി അടിപൊളിയായിട്ട് വർക്കാവുന്ന സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ എയർബിഎൻബി ബ്രിസ്റ്റോളിൽ ചെയ്യുന്നുണ്ട്. HMOs വാടകയ്ക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി ഏജൻസിയോ ഏതെങ്കിലും അങ്ങോട്ടേക്ക് പിള്ളേരെ കൊണ്ടുവരുന്നയോ ജോലിക്കാളെ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു ഏജൻസി കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ടെൽ ദം യു ക്യാൻ പ്രൊവൈഡ് അക്കോമഡേഷൻ. നൗ വെൻ യു ഗോ to agents, you tell them you are a company who deals with education, who work with education consultancies. We bring students from southern part of India to the UK. We are looking for accommodation for them. കാർഡിഫിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കാർഡിഫ് സൈഡ്. ഇവിടുന്ന് കാർഡിഫ് വരെ എത്ര ദൂരമുണ്ട്? 2 മണിക്കൂർ. ദൂരോട്ട് പോകണ്ട. അടുത്തുള്ളടത്ത് പിടിച്ചിട്ട് ഒരു സ്ഥലം പിടിച്ച് അവിടെ അങ്ങ് ഡോമിനേറ്റ് ചെയ്യാം. ഫുള്ളായിട്ട് അങ്ങ് ഡോമിനേറ്റ് ചെയ്യാം. സ്ഥലം മാറി മാറി കളിക്കണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ച കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ചിലവർ ഒരുപാട് ഡേറ്റയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ചിലവർ റിസ്ക് എടുത്ത് രണ്ടും കൽപ്പിച്ച്. ഞാനിപ്പോൾ ഈ വ്യൂവിങ് പോയി തന്നെ കുറേ നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, അങ്ങനെ വ്യൂവിങ് എടുക്കാൻ നേരത്ത് അങ്ങനെ ചെയ്യില്ല. കാരണം വ്യൂവിങ് എടുക്കാൻ നേരത്ത് നമ്മൾ ഒരുപാട് ഫിൽട്ടർ ചെയ്യാൻ നിന്നാൽ നമുക്ക് ഒത്തു വരത്തില്ല. കാരണം ഒരുപാടങ്ങ് വ്യൂവിങ് എടുക്കുമ്പോഴേ ഏതെങ്കിലും ഒന്നങ്ങ് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് തന്നെ നമ്മൾ ഒരുപാട് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മൾ വർക്ക് ആവാത്ത വീടാണെങ്കിലും വ്യൂവിങ് എടുക്കണം. ഇപ്പം ഞാൻ ഒരു കാരണവശാലും വർക്കാവാത്ത വീടിൻ്റെ വ്യൂവിങ് ചെയ്യാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ അത് കാണാൻ വന്നത് ആ ഏജൻസിയുടെ മെയിൻ ഓണറാണ്. ആ ഓണറിനെ പരിചയപ്പെട്ട് പുള്ളിയെടുത്ത് $500,000 ലിക്വിഡ് ക്യാഷ് ഉണ്ട്. പുള്ളി BRR ചെയ്യാൻ ഡീൽസ് നോക്കുന്നു. പുള്ളിക്ക് സോഴ്സ് ചെയ്ത് കൊടുത്ത് ഒരു ബന്ധവുമില്ല. വർക്കാവാത്ത ഡീല് കാണാൻ പോയതാ. ആളെ കണ്ട് സംസാരിക്കുമ്പോഴത്തേക്കും തിങ്സ് ഹാപ്പൻ. അപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴേ, ഇപ്പോൾ നമ്മളിപ്പോൾ SA അല്ലെങ്കിൽ HMO എന്നുള്ളത് നെഗോഷിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ 3 ബെഡ് 2 ബാത്താണെന്ന് വിചാരിക്കുക. അത് HMO ആയിട്ടും റൺ ചെയ്യാം, SA ആയിട്ട് നമുക്ക് റൺ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളോട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയില്ലല്ലോ ഏകദേശം എത്ര മീൻസ് എന്താ. ഇപ്പോൾ നമ്മൾ HMO ആയിട്ടാണോ പ്ലാൻ ചെയ്യുന്നത്, SA ആയിട്ടാണോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഏകദേശം അല്ല, നമ്മൾ അതിനകത്ത് ഏതാണോ നമുക്ക് ആ ലൊക്കേഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ സ്ട്രാറ്റജി നമ്മൾ കരുതിക്കൊണ്ടായിരിക്കുമ്പോൾ. അതാ ഞാൻ പറഞ്ഞു, ഒരു പാച്ച് പിക്ക് ചെയ്താലേ നമ്മൾ ഓരോ പ്രോപ്പർട്ടിയും ചെന്ന് അതിൻ്റെ നമ്പർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലൊരു ക്ലാരിറ്റി കിട്ടും. അതിനാ പറയുന്ന ഒരു പാച്ച് പിക്ക് ചെയ്യണം. ഇന്ന് ബ്രിസ്റ്റോൾ, നാളെ കാർഡിഫ്, മറ്റേ ദിവസം ടോണ്ടണായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെയും പറ്റി ക്ലാരിറ്റി കാണത്തില്ല. ഒരു സ്ഥലം പിക്ക് ചെയ്ത് ആ പാച്ചിൽ 3 ബെഡ്റൂം ഹൗസ് TA21 പോസ്റ്റ് കോഡ് ആണെങ്കിൽ 1250 ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഹൗസിൻ്റെ റെൻറ്റ്. കുറച്ചും കൂടെ പൊളിഞ്ഞ വീടാണെങ്കിൽ 1150 കിട്ടും. 1400 വാങ്ങിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റ് വാല്യൂവിന് മേലെയാണ്. അപ്പോൾ എനിക്ക് ഇനി അത് റെൻറ്റ് കുറയ്ക്കാനുണ്ട്. നമ്മളിപ്പോൾ നോക്കിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ക്ലാരിറ്റി അത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഐഡിയ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എല്ലാ നമ്പറും ചെക്ക് ചെയ്തിട്ട് അവിടെ വ്യൂവിങ്ങിന് പോകാൻ നേരത്തെ അവർ പറയും കമ്പനിയിലായിട്ടാണോ ടാറ്റ എന്ന് പറഞ്ഞാൽ അവരെയും കൂടും. ചെയ്തെല്ലാം വെറുതെയായി, സമയം പോയില്ലേ. അതുകൊണ്ട് വ്യൂവിങ് കുറേയും എടുക്കണം. ഏറ്റവും ബെസ്റ്റ് തിങ് ഒരു ഏജൻറ്റുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നോക്കിയാൽ ഏജൻസ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ വെച്ചെടുത്ത കാര്യങ്ങളൊക്കെ നടക്കും.
നോക്കിയിട്ട് എഴുതിട്ട് പുള്ളിക്കാരി ഫിന്നെന്ന പേര് പുള്ളിക്കാരത്തെ സംസാരിച്ചു. അപ്പോൾ ആദ്യം കുറേ ഇങ്ങനെ വളഞ്ഞ് സംസാരിച്ച പുള്ളി ലാസ്റ്റിങ്ങിന് പറഞ്ഞു ടെൻ്റ് ആരാന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞങ്ങളുടെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്, അപ്പോൾ ഇങ്ങനെയാണ് നോക്കണത്. അപ്പോൾ ലാസ്റ്റ് പുള്ളി ഓക്കെ എല്ലാത്തിനും ഓക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയോട് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ എനിക്കെന്നെ കൺഫ്യൂഷൻ, പുള്ളി ഇത് മീൻസ് ഇത് അറിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചു കമ്പനിയിലേറ്റാണ്. അതിനിപ്പോൾ എന്താ ഞാനത് വേണ്ടാന്ന് പറയാൻ ഒരു റീസൺ ഞാൻ കാണുന്നില്ല. നമുക്കെന്താ കാര്യം നടക്കണം. അപ്പോൾ എന്ത് വേണ്ട നിങ്ങളുടെ ഡീറ്റെയിൽസ് തരും, നമുക്ക് ഓക്കെയാണ്, നമ്മൾ നോക്കിയാണ്. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയുന്ന റീസൺ ഇല്ലല്ലോ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുള്ളീൻ്റെ കുറേ മീൻസ് അവൻ്റെ തന്നെ കുറേ ലിസ്റ്റിംഗ് ഉണ്ട്. 3 ബെഡ് HMO പോലത്തെ 3 ബെഡ് 2 ബാത്ത് 3 ബെഡ് 1 ബാത്ത്. എന്താ പ്രശ്നം? പിന്നെയാണ് ഞാൻ സാലിയോട് സംസാരിച്ച് സാലിയാണ് പറഞ്ഞത് എടാ അവർ ഓക്കെയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കും, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന പ്ലാന് അവരോട് അടുത്ത പ്രാവശ്യം വിളിച്ച് ഡയറക്റ്റായിട്ട് കാര്യം പറയാം. അപ്പോൾ അവരൊക്കെ വ്യൂവിങ് സെറ്റാക്കി നിങ്ങൾ സംസാരിക്കും. അല്ല ഇതിപ്പോൾ ഓക്കെ കഴിഞ്ഞല്ലോ. ആ പുള്ളിയെ സംഭവിച്ചു. ഇനി എന്താ പുള്ളിയോട് ഡീറ്റെയിൽസ് ചോദിച്ചു ടെനൻ്റ് ആരായിരിക്കും. എന്നാലും നമുക്ക് അവർക്ക് സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് ആണ് സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർ പ്രോബ്ലം വിചാരിക്കുന്നത് അനൂപ് അവർക്ക് ടെനൻറ്റിനെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് ദേ പേ യു എ ടെനൻറ്റ് ഫൈൻഡേഴ്സ് ഫീ വിച്ച് ക്യാൻ ബി £50 or 100 or 75 or even £150. ചിലപ്പോൾ അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. ചിലപ്പം പുള്ളി ഉദ്ദേശിക്കുന്നത് ടെനൻറ്റ് സ്ട്രെയിൻ ചെയ്തിട്ട് ടെനൻറ്റ് ഒരു റൂമിന് £500 തരുന്നതെങ്കിൽ അനൂപ് ചിലപ്പോൾ ചാർജ് ചെയ്യുന്നത് 510 ആയിരിക്കും. ആ 10 പൗണ്ട് മാർജിൻ നമുക്ക് വരും. ചിലപ്പോൾ അതായിരിക്കും അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ് അവർ വിചാരിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ അനൂപ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ആദ്യമേ അവരോടങ്ങ് പറയണം. അത് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്നല്ല, അത് ഓക്കെ ആണ് എന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞിട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ വി ആർ ഗിവിങ് ദം ഓപ്പർച്യൂണിറ്റി ടു സേ നോ. അവന് ചാൻസ് കൊടുക്കണ്ട, മനസ്സിലായില്ലേ? അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ഇത് 550 അല്ലേ റെൻറ്റ്, I will have a tenant who I will find a tenant who will pay 565 so that you can take 550 എന്ന രീതിയിൽ നമ്മളങ്ങ് സംസാരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അതങ്ങ് അസ്യൂം ചെയ്ത് സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഈ പറഞ്ഞ ടെനൻറ്റ് ഫൈൻഡേഴ്സ് ഫീ അവർ തരാമെന്ന് ഉദ്ദേശിക്കുന്നത്. വാടകക്കാരെ കണ്ടുപിടിച്ച് കൊടുത്താൽ മനസ്സിലായില്ല. അങ്ങനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഒബ്വിയസ്ലി യു ഹാവ് ടു സ്റ്റാർട്ട് എ ലെറ്റിംഗ് ഏജൻസി. എന്നാൽ പിന്നെ നമുക്ക് തന്നെ കണ്ടുപിടിച്ച് കൊടുത്താൽ പോരെ ലാൻഡ് ലോഡിന്. So we are in the Airbnb. Airbnb അല്ല, ഹോട്ടൽ. ഓ ഹോട്ടൽ. എന്താണ് ഇനി പരിപാടി? ടീ സ്റ്റാൻഡൊന്നും എടുക്കണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് പോകാനുള്ള. ഇതെടുത്തോ? കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഈ ട്രോളി കൊണ്ട് നീ ദിസ് ആണോ? ആൻഡ് ദിസ്. ഓ സോറി, ഉറക്കം എഴുന്നേക്കോ? ടെസ്സി അതെളുപ്പമായി. എല്ലാവർക്കും കാൽക്കുലേറ്റ് ഉറങ്ങുന്നതിന് കാണാനേ 82 84 അല്ലേ പറഞ്ഞേ? 90 അല്ല എന്തായാലും. തിരിഞ്ഞു വിടാം എല്ലാവരും പറഞ്ഞിട്ട്. I believe 82. Okay. Let's see the Airbnb. സിനിമ സെറ്റാക്കാം. സിനിമ കണ്ടുകൊണ്ട് കിടക്കുവാണോ? എന്തെങ്കിലും കയറ്റാൻ പറ്റുമോ? ലൈറ്റ് ഇട്ട് ഇതെന്താ ഇത്? എയറോപ്ലെയിനോ? കൊനക്സിക് ഇതെന്താ ഇത്? ഓ ഇവിടെ കുളിക്കാൻ ഒന്നും മാച്ച് ആവുന്നില്ലല്ലോ. Let's do a walk around. ഓക്കെ. 1 minute later. Nice. അധികം കാണിക്കാറൊന്നുമില്ല. 4 കട്ടിലും ബാത്റൂം ഉണ്ട് കഴിഞ്ഞ് ഹോട്ടലിൽ. നൈസ്. അപ്പം ശരി ഗൈസ്, ബൈ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇന്നലത്തെ ഒരു കാര്യം ബാക്കിയുണ്ടായിരുന്നു, വിച്ച് ഇസ് നമുക്കൊന്ന് ഡോർച്ചസ്റ്റർ വരെ പോകണം. അത് ഇന്നലെ നടന്നില്ല. ടൈം ഉണ്ടായിരുന്നു, പക്ഷേ എക്സ്ട്രീംലി ബിസി ആയിരുന്നു റോഡ്. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു മീറ്റ് ചെയ്യാമോ എന്ന് ആളോട് ചോദിച്ചു. നമുക്ക് ഇന്നത്തേക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഹി വാസ് ഓക്കെ.
അപ്പോൾ ഇന്ന് രാവിലെ വീഗണ ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് പള്ളിയിൽ പോകണം, ജുമ ഉണ്ട്, അതും കഴിഞ്ഞ് വീഗണ ഗോ സ്ട്രൈറ്റ് ടു റോച്ചസ്റ്റർ. അത് കഴിഞ്ഞ് വലിയ പ്ലാൻസ് ഒന്നുമില്ല, ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് ബാക്ക് ടു ലണ്ടൻ. So we are 4 minutes away from the mosque. ഈ കാട്ടിൽ എവിടെയാണ്? 4 മിനിറ്റ്സിൽ ഈ കാട്ടിൽ നിന്ന് നമ്മൾ എവിടെ എത്താനാണ് എന്നെനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോൾ 3 മിനിറ്റ്സിൽ പള്ളി എത്തും. വെള്ളിയാഴ്ചയാണ്, നിസ്കരിക്കാൻ പള്ളി എത്തുമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ പള്ളി എവിടെയാണ്. We never had a Rolls Royce in the Mar Masjid, mashallah, brother. That's very good, yeah. You right? Yeah, good. Is this the parking for the masjid? Yeah. If you're praying. Yeah. Not the parking and going in the I know. Let's go pray now. സ്ഥലമുണ്ട്, അയാൾക്ക് ഇറങ്ങാനേ പറ്റത്തില്ല നമ്മൾ വരാതെ. കാരണം നമ്മളെ വണ്ടി കുറച്ച് മുന്നോട്ടേക്ക് കിടക്കുക, അപ്പോൾ അയാൾക്ക് കറങ്ങി പോകാൻ പറ്റത്തില്ല. അവിടെ സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. I mean, നിസ്കരിച്ചിട്ടല്ലേ ഇറങ്ങും? നിസ്കരിച്ചിട്ട് ഇറങ്ങും. എന്തായാലും നേരത്തെ ഇറങ്ങാം. നമുക്ക് 3 മണിക്ക് ഇൻഷാല്ലാ അവിടെ എത്തണം മീറ്റിങ്ങിനായിട്ട്. അപ്പോൾ അത് നിസ്കരിക്കാൻ പള്ളി കുറച്ച് ഓതാനും പരിപാടികളൊക്കെ ഉണ്ട്. ടൈമുണ്ട്. എനിക്കൊന്ന് 1 മണിക്ക് ഒരു തുറന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. സ്ഥലമുണ്ട് ഇറങ്ങാം. So we are in Dorchester. ഇതാ ഇവിടുത്തെ ഒരു യാത്ര. ഹോളിഡേ റിട്രീറ്റ്സ് എല്ലാവരും ഇങ്ങനെ എടുത്തോണ്ട് പോകും. ഞാൻ എത്ര തവണ വിളിച്ചു ചോദിച്ചു, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ നോർമൽ ഭയങ്കര ചെയ്യണം. സാറ്റർഡേ സൺഡേ പോലെ നമുക്ക് ആൾക്കാർ കാണാം. ഇങ്ങനെ ട്രെയിനിൽ ഒന്ന് ഇറങ്ങിയിട്ട് ആൾക്കാർ ബുക്ക് ചെയ്തിങ്ങനെ നിൽക്കുന്നത്. സാറ്റർഡേ സൺഡേ ഇവിടെ വന്നിട്ട് കൂടുതലായിട്ട് മിനിമം നൈറ്റ്സ് ഉണ്ട് ഇവർക്ക്. അല്ല, ഞാനേ ഇങ്ങനെ വിചാരിച്ചാ തുടങ്ങാനായിട്ട്. അതായിരുന്നു ഇത് ആക്ച്വലി ഇങ്ങനെ ഉണ്ടെന്ന്. ഇത് നമുക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്തതാണ്. വേറെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ എയർബിബി ഏറ്റവും ബെസ്റ്റ് വേണം ഡോർച്ചസ്റ്ററാണ്. ഇതാണ് അത് ഓഫീസൊക്കെ എടുത്തിട്ട് ഇത് നമ്മുടെ ഏത് മോഡലായിരുന്നു ഈ വണ്ടി? ഇത് 2016. ഓ ശരി, ഇത് നല്ല ലുക്കുള്ള വണ്ടിയല്ലേ? ഇത് ഞാൻ അത്രയും സ്പെക്ക് നോക്കിയെടുത്തു. ഇതെല്ലാം ഞാൻ മാറ്റിയതല്ല. അല്ല, ഇതിൻ്റെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടൊക്കെ നമ്മൾ ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു വാല്യൂ മനസ്സിലായില്ല, നമുക്കൊരു എൻട്രി പോയിന്റ് കിട്ടും എവിടെയെങ്കിലൊക്കെ. ഒരു നമ്മളൊരു ഒത്തിരി മറ്റേ ബിസിനസ് ബൈയിങ് ഇതിനൊക്കെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴാണ് ഇത് കുറച്ചൊരു നമുക്കൊരു വാല്യൂ. പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ പരിചയിച്ചിട്ടില്ല. നമ്മളിപ്പോൾ റീസെൻ്റ്ലി പ്രോപ്പർട്ടിയുടെ നമ്മൾ ബിൽഡിംഗ് എടുക്കാൻ പോയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ലണ്ടനിൽ പോയത്? നമ്മൾ ബിൽഡിങ്സ് എടുക്കാറുണ്ട്. നമ്മൾ എയർബിഎൻബി ഷോർട്ട് ടേമിൽ വീടായിട്ട് ഇപ്പോൾ എടുക്കല്ലേ, ബിൽഡിംഗ് ആയിട്ട് എടുക്കാം. ഫുള്ളായിട്ട് ഒന്നും സംസാരിക്കേണ്ടൊന്നും കാര്യമില്ല. പരിപാടി കഴിഞ്ഞു ചെല്ലുമ്പോൾ തന്നെ എല്ലാം എസ്റ്റേറ്റ് ഏജൻസ്, കൊച്ചു പിള്ളേരൊക്കെ എസ്റ്റേറ്റ് ഏജൻസ് ഉണ്ടല്ലോ ബർമിംഗ്ഹാം ഒക്കെ. അപ്പം അവർ ഇന്ത്യയിൽ ഡീൽ വന്നു കഴിഞ്ഞാൽ അപ്പം പറയുന്നത് ഓഫ് മാർക്കറ്റ് ഡീൽസ് ആണ്. അവന് കിട്ടുന്ന ഡീൽസ് എല്ലാം ഓഫ് മാർക്കറ്റാണ്. നിങ്ങൾ റൈറ്റ് മൂവി തപ്പുന്ന പിച്ചക്കാര് അത് കിട്ടും. നിങ്ങൾക്ക് എത്ര കിട്ടും? BNB മാർക്കറ്റ് ഇട്ടാൽ വലിയ പാടൊന്നുമില്ല. ചുമ്മാ ഒരു ഏജന്റ് അടുത്ത് വന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും വീട് വിൽക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആഡംബരം കാണിക്കും. ബൊക്കെ, ചോക്ലേറ്റ്സ്, അത് ഈ ലേഡീസ് ആണെങ്കിലും മറ്റവനാണെങ്കിൽ ഇവരെന്താണ്ടൊക്കെ കൊടുക്കും ഗിഫ്റ്റ്. അവൻ പറഞ്ഞ് കൈയും വിഷിച്ചല്ല ഇത്, അവരെന്തേലുമൊക്കെ പ്രതീക്ഷിക്കും. അല്ലെങ്കിൽ ഡീല് കഴിഞ്ഞെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം. ചിലവർ ഇങ്ങനെ കാറൊക്കെ കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഡ്രൈവിന് പോകും, ഒരു കോഫിക്ക് പോകും. അവർ ഹാപ്പിയാണ്. പിള്ളേരാണെങ്കിൽ 25 താഴെയൊക്കെ ആണെങ്കിൽ പറഞ്ഞ ഓഫ് മാർക്കറ്റ് ഡീൽസാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ റൈറ്റ് മൂവി നോക്കിയാൽ ഈ ഡീൽസ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ വരുന്നത് റൺ ഓൺ പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഐ എം ഹാപ്പി ടു ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിനാണ് ഓഫ് മാർക്കറ്റ് ഡീൽ എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. നമുക്ക് സ്ലൗവിലൊരു ഏജന്റ് ഉണ്ട്. 2022 അവിടെ ചെന്നപ്പോഴേ ഒരു ബാസ്ക്കറ്റ് ഇറച്ചിക്ക് ഇങ്ങനെ കോരിയെടുത്ത്
എൻ്റെ ബാഗിനകത്ത് ഇട്ട് എന്നിട്ട് പറയും ഒരു പേപ്പറിങ് എന്നിട്ട് ഇതിനകത്ത് ഓരോ സ്ഥലത്ത് പ്രോപ്പർട്ടി ഉണ്ട്, ഇഷ്ടമല്ല ഉള്ള പോയി കണ്ടിട്ട് വരാൻ പറയും. ആ കീപ്പ് വീട്ടിൽ കിടക്കും എപ്പോഴും. അവർ തിരിച്ചു വാങ്ങിക്കുന്ന പോലും ഇല്ല. ഇതെല്ലാം ഓഫ് മാർക്കറ്റാണ്. അത് കണക്ക് ഓപ്ഷനിൽ പോയിട്ട് വിൽക്കാത്ത വീട്, ഓപ്ഷനിൽ ഇടുന്നതിന് മുന്നേ വിൽക്കാൻ താല്പര്യമുള്ള വീട്, ഇങ്ങനത്തെ വീടുകളാണ് മൊത്തം. ഇതൊക്കെ ഒന്നും സിറ്റി സെൻ്റർ ഒന്നുമല്ല കേട്ടോ, ഏതെങ്കിലുമൊക്കെ മൂലയിൽ ഏതെങ്കിലും കാട്ടിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള വീടുകളാണ്. അതാ അതിനാ പേപ്പർ വരുന്നത്, അതിനകത്ത് വീടും നമ്പറും എല്ലാം അതിനകത്ത്. അത് നോക്കി ഞാൻ കണ്ടുപിടിച്ചോ. മെനങ്ങാന്നിപ്പോൾ നമ്മൾ പറഞ്ഞ അക്വയർ ചെയ്തു, ചെറിയ കമ്പനി 12 എണ്ണം ഉള്ളത്, ഇനിയിപ്പം 24 എണ്ണം ഉള്ളത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കമ്പനീസ് ഞാൻ ഇപ്പോൾ അക്വയർ ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി മാനേജ്മെന്റ് എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഒന്ന് ഓട്ടോമേറ്റ് ചെയ്തു ഇത്രയുണ്ട്. എന്നിട്ട് നമ്മൾ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് ഓൾറെഡി മാനേജ്ഡ് ആണ്. എന്നിട്ട് പിന്നെ എനിക്ക് അയക്കാൻ അത് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ എനിക്ക് അവിടെ ആ കമ്പനിയുടെ പോർട്ട്ഫോളിയോ കൂട്ടി കൊടുക്കാൻ പറ്റും. സോ ഐ ജസ്റ്റ് ഗോ ദർ, അവിടെ തന്നെ ഏജൻസ് എടുത്ത് ഞാൻ പോയി ഞാൻ തന്നെ സെക്യൂർ ചെയ്ത് എടുത്തു. അത് അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അല്ല 2 വർഷത്തിൽ ഞാൻ കയറി കമ്പനിയുടെ വാല്യൂ കൂട്ടി കൊടുത്തില്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് എക്സിറ്റും ചെയ്യണം, എനിക്ക് 50 പൈസ കിട്ടത്തുമില്ല എന്നുള്ളൊരു ക്ലോസ് ആണ് അത് എഴുതിച്ചത്. അല്ല വേറെ അല്ലാതെ നമ്മുടെ ഇല്ല, ഞാൻ അത് ലൈഫ് ലോങ് ഷെയർ ഹോൾഡിങ്. ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ടൊരു ഗുണമില്ല എന്നാണെങ്കിൽ 2 വർഷത്തിൽ ഞാൻ അതിൽ ആ ഷെയർസ് നമുക്ക് തരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണോ? ഇല്ല, ഫോർ ഫ്രീ ഫോം. അത് സ്കിൽ എക്സ്ചേഞ്ച് ആണ്, പക്ഷേ നോട്ട് ഫോർ എവറി കമ്പനീസ്. സം കമ്പനി നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ പൈസ എടുക്കും. സോ നോട്ട് ഫോർ എവറിത്തിങ്. കാരണം എനിക്ക് റെസ്റ്റോറൻറ്റ് വലിയ നോളജ് ഇല്ല, പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് ആണ് പൈസ ഇടണം. പ്രോപ്പർട്ടിയുടെ ഐ എം വെരി കോൺഫിഡൻറ്റ്, ഞാൻ പൈസ ഇടുന്നില്ല. ഫുള്ളി സ്കിൽ എക്സ്ചേഞ്ച്. ചുമ്മാ ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനി എടുത്ത് നോക്ക്. സെൻട്രൽ ലണ്ടനിൽ പോയി പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനി എടുത്ത് അവരുടെ റവന്യൂ എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രോപ്പർട്ടിക്ക് 4000-5000 റെൻറ്റാണ്. ഇതൊരു 100 പ്രോപ്പർട്ടി കയറി ഇറങ്ങുമ്പോൾ എത്രയായി? പക്ഷേ ഇതിൽ നിന്ന് വരുന്ന മാർജിൻ ചെറുതായി, മനസ്സിലായി? റവന്യൂ കാണിക്കാം. അപ്പോൾ റവന്യൂ കാണിച്ചാൽ ഇവർക്ക് ക്രെഡിറ്റ് ലൈൻ കിട്ടും, ഫണ്ട് കിട്ടും. അതൊക്കെയാണല്ലോ വേറെ കാര്യങ്ങൾ. പിന്നെ ഷെയർ വിൽക്കുന്നത്, അങ്ങനെ ഷെയർ വിൽക്കാത്തത് എന്താ? ഡിപ്പെൻഡിങ് ഓൺ ഇൻഡസ്ട്രി ഷെയറിൻ്റെ അല്ല റവന്യൂയുടെ ടൈംസ് മൾട്ടിപ്പിൾസ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ചിലത് ഒബ്വിയസ്ലി പ്രോഫിറ്റിൻ്റെയാണ്, പക്ഷേ ഡിപ്പെൻഡ്സ്. സോ അവർ റവന്യൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അവർക്ക് കിട്ടി. ലിക്വിഡേറ്റ് ടൈംസ് കിട്ടുന്നതും ഒരു ഇത് വെച്ചിട്ടാണ്, മനസ്സിലായില്ലേ? 5 മില്യൺ പ്ലസ് പോകുമ്പോഴേ ഉള്ളൂ ടൈംസ് 12 ഒക്കെ പോകുന്നത്. താഴെ സ്ലിം ആണ്. ഒരു ബഫറുണ്ട് 2-3 വർഷത്തേക്ക്, അതൊക്കെ തന്നെ വേണം. അല്ലാതെ ഒറ്റയടിക്ക് അങ്ങനെ പറയുന്ന പോലെ അല്ല. നമ്മൾ ബിസിനസ് ബാങ്കിൻ്റെ ഇതിൽ പോകുമ്പോഴേ 5 മില്യൺ പ്ലസ് പോകുമ്പോഴാണ് പ്രൈവറ്റ് ഇക്വിറ്റി 5 മില്യൺ അത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെവലാണ്. 5 മില്യനും അല്ല, 10 മില്യൺ പ്ലസ് ആണ് പ്രൈവറ്റ് ഇക്വിറ്റി റേഞ്ച് പോകുന്നത്. ഈ പ്രൈവറ്റ് ഇക്വിറ്റിക്കാരാണ് 2-3 കമ്പനി മേടിച്ചത് കമ്പൈൻ ചെയ്ത് 5 മില്യൺ 15 മില്യൺ ആക്കി, പിന്നെ അത് ടൈംസ് 12 മൾട്ടിപ്പിൾ പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അത്ര മൾട്ടിപ്പിൾ കിട്ടത്തില്ല. ഇൻഡസ്ട്രി ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഹെൽത്ത് കെയർ വേറെ, അതൊക്കെ വേറെ വേറെ, മനസ്സിലായില്ല? ഞാൻ അതിനാണ് ഷെയർ എല്ലാം ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യും. ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കിത് എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ കിട്ടും. What we doing? കോഫി എന്തെങ്കിലും മതി. കഴിക്കുന്നേ കണ്ണു പോകുന്നു. ഓ ഇങ്ങനല്ലേ നാട്ടിൽ. ഈസ്റ്റിൽ ഇതാരോ ഉണ്ട്. സൗത്താംപ്ടൺ അതിഥി. Yeah. Yep. So what's the plan? കഴിക്കണം. ഈ വിൻചെസ്റ്റർ അവിടെയൊക്കെ പണി നടക്കുന്ന കൊടുത്തേക്കുന്നത്. ഇത് നോക്ക്, പണിക്കാരെടുക്കുന്ന ഫോട്ടോ ഉണ്ടോ? റോഡ് വർക്ക്. വിൻചെസ്റ്റർ ഞാൻ കേട്ടിട്ടുണ്ട് നല്ലതാണ്. അവിടെ എന്തെങ്കിലും കാണുമോ കഴിക്കാൻ? പോയി നോക്കാം. വിൻചെസ്റ്റർ അടുത്താണോ? അടുത്താണോന്ന് വെച്ചാൽ മേ ബി ഒരു ടൗൺ ആണോ? അതാ ഇവിടുന്ന് അടുത്ത സ്ഥലമാണ്. ഈസ്റ്റിലേക്ക് കഴിഞ്ഞാൽ ഇനി അടുത്ത വിൻചെസ്റ്ററാണ്. എന്നാൽ അങ്ങോട്ടെല്ലാം പോ. വിൻചെസ്റ്റർ പോന്നോ? ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നൊന്നും വേണ്ട, ഒരു കോഫി വേണ്ട. അവിടെ പോയിട്ടില്ലടേ. ഞാൻ എന്തായാലും എടുക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പം 20 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്. അതൊരു സഹിക്കാനാ വാങ്ങിക്കട്ട. ഇക്കോട്ടിക്ക് അതിലെന്തെങ്കിലും സർവീസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ. സർവീസസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം. അതൊക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നിക്കില്ല.
ജങ്ക് വിശക്കുന്നുണ്ടായിരിക്കും. മക്ഡിയിലെ ബർഗർ വേണ്ട, പക്ഷെ ഇവിടുത്തെ ഒരു മധുരം കഴിക്കാൻ തോന്നിക്കും. വിൻചെസ്റ്റർ സർവീസസ്. Manchester, do your thing. കൊള്ളാം. അവിടെ യൂട്ടേൺ എടുത്ത് വരാനോ? യൂട്ടേണോ? എനിക്കറിയില്ല എന്തൊക്കെയാ പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നല്ല കപ്പലണ്ടിയെല്ലാം മേടിച്ച് കഴിച്ചോണ്ട് പോകും. കപ്പലണ്ടിയുടെ വില എന്താ? ബാർബിക്യൂവാ? പോപ്കോൺ. വേറെ ഫ്ലേവറില്ല. പോപ്കോണോ? I'll just take ഇതായിരിക്കുന്നു പീനട്സ്. I mean cashew nuts. Yeah. Decided to buy 2 coffees and സമയം രാത്രി 11 മണിയായിട്ടുണ്ട്. നമ്മൾ യാത്ര ഓൾമോസ്റ്റ് കഴിയുകയാണ്. വി ആർ ഓൾമോസ്റ്റ് ഹോം. ഫ്യൂ മിനിറ്റ്സിൽ വീടെത്തുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തേക്ക് നമുക്ക് വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. സോ വി ജസ്റ്റ് കുറച്ച് കറക്കവും പരിപാടികളൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് പിന്നെ വി ജസ്റ്റ് അവിടെ തന്നെ നിന്ന് പുള്ളിയായിട്ട് നിന്ന് സംസാരിച്ച് അവിടെ തന്നെ നിന്നത്. നമ്മൾ ബ്രിസ്റ്റൾ വരെ പോയിട്ടും ബ്രിസ്റ്റൾ സിറ്റി സെൻറ്ററിലും പോയില്ല. ഡോച്ചസ്റ്റർ പോയിട്ട് ഡോച്ചസ്റ്റർ കറങ്ങിയതുമില്ല. ബേസിക്കലി പോയ കാര്യം മാത്രം നടന്നു. കറക്കം വൈസ് ഒന്നും നടന്നില്ല. ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് വ്ളോഗിൽ അതുപോലെ സിറ്റി സെൻറ്റർ കറങ്ങുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. സോ ഐ ഗസ് വി ആർ ഹാവ് ടു ഗോ ദെയർ. അടുത്തൊരു ട്രിപ്പ് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും അധികം ഇൻഫോർമേറ്റീവ് ഒരു വ്ളോഗൊന്നും അല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു യാത്ര കാണിക്കുന്നതായിരുന്നു. 1-2 മീറ്റിങ്സ്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് ക്ലിപ്സ് മേക്ക് ചെയ്തു, വ്ളോഗ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി അത് എൻ്റർടൈനിങ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റർടൈനിങ് അല്ല എന്നാണെങ്കിൽ എൻ്റർടൈനിങ് ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ തൊട്ട് ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. See you all soon. Bye bye.